ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്ലോത്ത് ബൈ റോസ്. ഇന്നൊരു കിഡ്സിൻ്റെ ഫ്രോക്കാണ് കേട്ടോ ചെയ്യുന്നത്. നോർമലി ഒരു ഫ്രിൽസൊക്കെ ഇട്ട് വരുന്ന ഒരു ഫ്രോക്കാണ്. ചെറിയൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഫ്രിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക യോക്കിൻ്റെ ലെങ്ത്ത് കൂടുതൽ കൊടുത്തിട്ടുള്ളൊരു ഫ്രിൽസ് ഇട്ടിട്ടുള്ളൊരു ഫ്രോക്കല്ല. ചെറിയൊരു യോക്കിൻ്റെ ലെങ്ത്ത് കുറച്ചിട്ടുള്ളൊരു ഫ്രിൽസാണ് ഉദ്ദേശിക്കുന്നത്. 1 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള ഒരു കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ടൈപ്പ് ഡിസൈനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പ്ലെയിൻ ആയിട്ട് വരുന്ന ഗോൾഡൻ കസവാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുത്താണത്. 2 മീറ്റർ എടുത്തിട്ടുണ്ട്. 2 മീറ്റർ എടുത്താൽ ഏകദേശം നമുക്ക് ഒരു 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. 1 വയസ്സ് ആണൊക്കെ ഏജ് വരണമെങ്കിൽ 2 മീറ്ററിൻ്റെ ആവശ്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഇങ്ങനത്തെ ഒരു ലേസും കൂടി എടുത്തിട്ടുണ്ട്. ഗ്രീൻ കളറിൽ ഗോൾഡൻ ത്രെഡ്സ് വരുന്ന ഒരു ലേസാണ് ഇത്. ബാലൻസ് എത്ര മീറ്റർ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ അത്യാവശ്യം ഇത് വാങ്ങിച്ചപ്പോൾ ബാലൻസ് ഉള്ള എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് മേടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ പറയാം കേട്ടോ എത്ര മീറ്റർ ആണ് നമുക്കിതിന് വേണ്ടി വന്നതെന്നുള്ളത് പറയാം. അപ്പോൾ ഇങ്ങനത്തെ കോമ്പിനേഷനിലാണ് വരുന്നത്. വേറെ എക്സ്ട്രാ ഡിസൈൻസ് ആയിട്ടൊന്നുമില്ല. കണ്ട ഒരു സിമ്പിൾ ലുക്കിലുള്ള ഒരു ഫ്രോക്കാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ നോക്കാം. ആദ്യമേ തന്നെ ലൈനിങ് നന്നായി അയൺ ചെയ്തിട്ട് ഒരു 1/2 ഇഞ്ച് നമ്മൾ സീം അലവൻസ് വിടാം. 4 ഇഞ്ചാണ് ഞാൻ ഷോൾഡർ മാർക്ക് ചെയ്തത്. 3.5 ഇഞ്ച് മിഡാം ഹോളിൽ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ചെസ്റ്റ് അളവിൻ്റെ കൂടെ 2 ഇഞ്ച് ലൂസ് ആഡ് ചെയ്തിട്ട് അതിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ചെസ്റ്റ് അളവ് 18 ഇഞ്ചാണ് വരുന്നത്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് ആഡ് ചെയ്യുമ്പോൾ 20 ഇഞ്ച്. 20ന് 4 കൊണ്ട് ഹരിക്കുമ്പോൾ 5 ഇഞ്ച്. അങ്ങനെ ചെസ്റ്റ് അളവ് 5 ഇഞ്ചും യോക്കിൻ്റെ അളവ് ശരിക്കും വരുന്നത് ആൾക്ക് ഒരു 8.5 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ 2.5 ഇഞ്ച് കുറച്ചിട്ട് ഒരു 6 ഇഞ്ചാണ് ഞാൻ ഇച്ചിരി യോക്ക് കയറ്റി എടുത്തിട്ടുണ്ട്. അതിൻ്റെ റൗണ്ടും വരുന്നത് 5 ഇഞ്ച് തന്നെയാണ്. അപ്പോൾ യോക്കളവും 18 ഇഞ്ചാണ് വരുന്നത്. കാരണം കുഞ്ഞു കുട്ടികൾക്ക് ഇച്ചിരി വയറിൻ്റെ പോഷൻ ഇച്ചിരി കൂടുതലായിരിക്കും. അപ്പോൾ ചെസ്റ്റും യോക്കും സെയിം തന്നെയാണ് അളവ് വരുന്നത്. അതിൻ്റെ കൂടെ 2.5 ഇഞ്ച് കൂട്ടിയിട്ടിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ലൂസ് ഇച്ചിരി ആവശ്യമുണ്ടെങ്കിൽ 2 ഇഞ്ച് കൂട്ടിക്കോളൂ. ലൂസ് ആവശ്യമില്ലെങ്കിൽ 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ചിൻ്റെ നമ്മുടെ ലൂസിൻ്റെ ഒരു ടൈറ്റ് അനുസരിച്ചാണ് നമ്മളത് ചെയ്യേണ്ടത്. അതിനുശേഷം മാർക്ക് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ബാക്ക് മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സിബ് വെക്കാനുള്ള സീം അലവൻസ് വിടണം. ഫ്രണ്ട് വെച്ചിട്ട് ബാക്കും മാർക്ക് ചെയ്യുക. പിന്നീട് അമ്പർലയാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. അമ്പർല ഫുൾ അമ്പർലയാണ് വരുന്നത്. അപ്പോൾ 4 ആക്കി മടക്കി ഇട്ടിട്ട് 3 ഇഞ്ചിലാണ് ഞാനിതിൻ്റെ ആ വേസ്റ്റിൻ്റെ അളവ് റൗണ്ട് വരുന്നത്. അപ്പോൾ 3 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ആ റൗണ്ട് വരുന്നത് 5.5 ഇഞ്ചാണ്. അപ്പോൾ ടോട്ടൽ നമുക്ക് 22 ഇഞ്ച് കിട്ടും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നമ്മുടെ യോക്കിൻ്റെ റൗണ്ട് 20 ഇഞ്ചാണ് വരണേന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ സീം അലവൻസ് നമ്മളുടെ ഈ സിബ് വെക്കേണ്ട പോർഷനിൽ സീം അലവൻസ് വേണമല്ലോ. അപ്പോൾ 2 സൈഡിലോട്ടും ഓരോ ഇഞ്ച് എന്നുള്ളൊരു കണക്കിൽ ഞാനൊരു 2 ഇഞ്ച് കൂടി കൂട്ടിയിട്ട് 22 ഇഞ്ചാണ് ഇപ്പോൾ ഈ മാർക്ക് ചെയ്താണ് 3 ഇഞ്ച് ലെങ്ത്തിൻ്റെ ആ റൗണ്ട് വരുന്നത്. അപ്പോൾ ഡബിൾ അമ്പറിലൊക്കെ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ലെങ്ത്ത് തികയാൻ ഒരു വ്യത്യാസം ഉണ്ടാവും. സൈഡിലൊരു അറ്റാച്ച്മെൻറ്റ് വരും. അപ്പോൾ അതിന് നമ്മൾ കട്ട് ചെയ്തെടുത്തതിൻ്റെ പീസ് ഇതിപ്പോൾ ഈ വീഡിയോയിൽ കാണണ പോലെ തന്നെ തിരിച്ചിട്ടിട്ട് നമ്മൾ ഇതുപോലെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു പീസ് റൗണ്ട് ചെയ്ത് നമ്മൾ എടുക്കുക. ശേഷം നമ്മൾ മെയിൻ മെറ്റീരിയലാണ് നമ്മൾ കട്ട് ചെയ്യണത്. അതും ഇതുപോലെ തന്നെ ഫുൾ സർക്കിളാണ് വരുന്നത്. അതും 4 ആക്കി മടക്കിയിടുക. ഇപ്പോൾ നമ്മൾ മെറ്റീരിയൽ മേടിക്കുമ്പോൾ ഓൾറെഡി ഒരു ഫോൾഡ് സെൻറ്റർ ഫോൾഡിലാണ് കിട്ടുക. അതിൻ്റെ ഒപ്പം നമ്മൾ തിരിച്ച് ഒരു 4 ആക്കി മടക്കിയിടുക. പക്ഷേ മെയിൻ മെറ്റീരിയൽ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ 7 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ആ ഒരു വേസ്റ്റിൻ്റെ റൗണ്ടിൻ്റെ അവിടെ 7 ഇഞ്ച് എടുത്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിൽസാണ് വരുന്നത്. അപ്പോൾ ഈ അംബ്രല്ലയുടെ ഫ്രിൽസിൻ്റെ ആ ഒരു ഫ്രിൽസ് കൂടുതൽ ഇടുമ്പോൾ ഉള്ള ആ ഒരു പ്ലീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് 7 ഇഞ്ച് ഇട്ടാണത്. അത് ഫുള്ള് വേണം. അതായത് ഇരട്ടിക്ക് നമ്മൾ ഇടാം. 3 ഇഞ്ചിൻ്റെ ഇരട്ടി 6 ഇഞ്ച് വരേണ്ട. അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടി കൂട്ടിയിട്ട് ഞാൻ 7 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ തന്നെ ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. മെയിൻ മെറ്റീരിയലിൽ ഞാൻ 18 ഇഞ്ചും ലൈനിങ് മെറ്റീരിയൽ ഞാൻ 17 ഇഞ്ചുമാണ് മാർക്ക് ചെയ്തത്. അപ്പോൾ ഉടുപ്പിൻ്റെ ഫുൾ ലെങ്ത്ത് വരുന്നത് 24 ഇഞ്ചാണ്. 6 ഇഞ്ച് യോക്കിൻ്റെ ലെങ്ത്തും താഴത്തോട്ടുള്ളത് 18 ഇഞ്ചും കൊടുത്തിട്ട് 24 ഇഞ്ച് കേട്ടോ. അപ്പോൾ ലൈനിങ് ഞാൻ കട്ട് ചെയ്ത പോലെ തന്നെ മെയിൻ പീസിലും ഒരു ജോയിനിങ് വരുന്നുണ്ട്. അപ്പോൾ ജോയിനിങ് ചെയ്യണ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ കട്ട് ചെയ്ത് വരണ ആ ബാലൻസ് ആണ്. കുറച്ച് ബാലൻസ് ഉണ്ടാവുമല്ലോ, അത് തന്നെ തിരിച്ചിട്ടിട്ടാണ് 4 പീസ് തന്നെ വരണം കേട്ടോ. കാരണം 4 ആക്കിയല്ലേ ഫോൾഡ് ചെയ്താണത്. അപ്പോൾ സെൻറ്റർ ജോയിൻ ചെയ്യാനുള്ള ആ ഒരു സീം അലവൻസ് കൂടിയും വിട്ടിട്ട്, അപ്പോൾ വീഡിയോയിൽ നോക്കിയാൽ
നോക്കിയാൽ കാണാം ഞാൻ സെൻറ്ററിൽ കുറച്ച് നീക്കി വെച്ചിട്ടാണ് മാർക്ക് ചെയ്തത്. അവിടെ ആ ഒരു ജോയിനിങ് വരുമ്പോൾ അത് കറക്റ്റ് ആവും. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചാൽ ആ 7 ഇഞ്ച് റൗണ്ട് ചെയ്ത് മാർക്ക് വെച്ചിട്ടില്ലേ, അത് ഇതുപോലെ വരും. ഇപ്പോൾ ഫുൾ സർക്കിൾ കട്ട് ചെയ്യുമ്പോൾ അത് ഫുള്ള് സൈഡ് നമ്മൾ കട്ട് ചെയ്തെടുക്കില്ല, ഫുള്ള് ഒരു സർക്കിളായിട്ടാണ് വരുന്നത്. അപ്പോൾ ജോയിനിങ് വരണ പോർഷൻ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പോർഷൻ നമ്മൾ ഡിസൈഡ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ജോയിനിങ് ചിലവർക്ക് സെൻറ്ററിൽ വരുന്നത് ഇഷ്ടമുണ്ടാവില്ല, അംബ്രല്ലയുടെ ജോയിനിങ് ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ ആ ഒരു ഇത് സൈഡിൽ വരാവുന്ന രീതിയിൽ അംബ്രല്ലയുടെ ആ സൈഡ് കട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അതിനുശേഷം ഞാൻ മെയിൻ മെറ്റീരിയൽ കട്ട് ചെയ്തു. ശേഷം ഞാനൊരു 3 ഇഞ്ചിൽ ഒരു 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പീസിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ, കാരണം നമ്മൾ ആ ഒരു ടോപ്പിൻ്റെ ഒരു ആ യോക്ക് പോർഷൻ്റെ ആ ഒരു സ്ലീവ് വെക്കാനുള്ള ഭാഗത്തേക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഒരു അളവനുസരിച്ച് കട്ട് ചെയ്യുക. അത് ഞാൻ കൃത്യം എത്ര അളവ് വരണേന്ന് സ്റ്റിച്ചിങ്ങിൻ്റെ ടൈമിൽ കാണിച്ചു തരാം കേട്ടോ. അതിനുശേഷം ക്യാൻവാസാണ് കട്ട് ചെയ്യണത്. ക്യാൻവാസിൻ്റെ അവിടെ ഞാൻ ഇതുപോലത്തെ ഒരു ഷേപ്പിലാണ് കൊടുക്കുന്നത്. 2 വള്ളിയാണ് ഷോൾഡറിൽ വരുന്നത്. അപ്പോൾ ഒരു വിൽ പവർ ഷേപ്പാണ് അത് വരുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു നാറ്റ് ഡിസൈനിൽ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക. ശേഷം ഞാൻ ബാക്കിൻ്റെ ക്യാൻവാസും സ്ട്രെയിറ്റ് ആണ് ഞാൻ കട്ട് ചെയ്തത്. മെയിൻ മെറ്റീരിയൽ കട്ട് ചെയ്ത് വെച്ചതിൽ നമ്മൾ ഈ ക്യാൻവാസ് ഫ്രണ്ടിൻ്റെ ആ ഷേപ്പിൻ്റെ ക്യാൻവാസ് നമ്മളൊന്ന് ട്രേസ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ലെങ്ത് അനുസരിച്ച് ഇപ്പോൾ 3 ഇഞ്ചാണെങ്കിൽ 3 ഇഞ്ച് താഴത്തോട്ട് വെച്ചിട്ട് നമ്മൾ ആ ഒരു പോർഷൻ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സെൻറ്ററിലാണ് 3 ഇഞ്ച് വരുന്നത്, സൈഡിൽ 2.5 ഇഞ്ച് ആ ഒരു രീതിയിൽ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുട്ടികളുടെ ആ ഒരു നെക്കിൻ്റെ അളവ് അനുസരിച്ച് വേണം നിങ്ങൾ ആ ക്യാൻവാസ് വെച്ചിട്ട് തന്നെ നിങ്ങൾ കട്ട് ചെയ്തോളൂ കേട്ടോ. കാരണം ക്യാൻവാസ് വെച്ചിട്ട് നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളുടെ ഒരു ഷേപ്പിൽ മെയിൻ മെറ്റീരിയൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻവാസ് കട്ട് ചെയ്ത് വെച്ചാൽ വേറൊരു ഷേപ്പായി പോയി കഴിഞ്ഞാൽ നെക്ക് വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ ക്യാൻവാസ് വെച്ചിട്ട് തന്നെ നിങ്ങൾ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുക. ശേഷം നമ്മുടെ മെയിൻ മെറ്റീരിയൽ ലൈനിങ് മെറ്റീരിയലായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കുക. ഇതിൻ്റെ ആം ഹോൾ ആദ്യമേ തന്നെ നെക്ക് ജോയിൻ ചെയ്യണേക്കാളും മുമ്പ് ഫിനിഷ് ചെയ്യണം. അതിനായിട്ട് ഞാനൊരു ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ആം ഹോളിൻ്റെ പോർഷൻ കുറച്ച് പോർഷനായിട്ട് വരുന്നത്. കാരണം നമ്മൾ ആ ക്യാൻവാസ് വെക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു ചെറിയൊരു പോർഷനാണ്. അത് 2 ഭാഗവും നമ്മൾ ഇതുപോലെ ക്രോസ് പീസിൽ നമ്മൾ തിരിച്ച് മറിച്ചെടുക്കുക. ഇതുപോലെ തന്നെ ബാക്ക് നെക്കിൻ്റെ നെക്കും നമ്മൾ മാർക്ക് ചെയ്യണം. 2 ഇഞ്ചാണ് ഞാൻ കൊടുത്തത്. ശേഷം സ്റ്റിച്ച് ചെയ്യാനുള്ള സീം അലവൻസ് ഇട്ടിട്ട് അതും സ്ട്രെയിറ്റ് പോലെ തന്നെ നമ്മൾ മാർക്ക് ചെയ്തെടുക്കാം. ഫ്രണ്ട് പോർഷൻ ചെയ്ത പോലെ തന്നെ ബാക്ക് പോർഷൻ്റെയും ആം ഹോൾ 2 സൈഡിലെയും നമ്മൾ ഇതുപോലെ തന്നെ ഒരു ക്രോസ് പീസ് വെച്ചിട്ട് നമ്മൾ ഫിനിഷ് ചെയ്ത് വെക്കണം. അതിനുശേഷമാണ് നമ്മൾ വള്ളി വെക്കണത്. അപ്പോൾ വള്ളി വെക്കാനായിട്ട് ഞാനൊരു 5.5 ഇഞ്ചിൽ 2 ഭാഗവും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഷോൾഡർ എത്രയാണ് വരുന്നത്, നെക്കിൻ്റെ ആ ഒരു ഷേപ്പ് നമ്മൾ കട്ട് ചെയ്തെടുത്തില്ലേ, അതിൻ്റെ ആ ഷോൾഡറിൻ്റെ ഭാഗം എത്രയാണോ ലെങ്ത്ത് വരണേ അതിൻ്റെ ഒപ്പം നമ്മളൊരു സീം അലവൻസ് കൂടി വിട്ടിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ 2.5 ഇഞ്ചാണ് എൻ്റെ ഒരു ലെങ്ത്ത് വരണത്. അപ്പോൾ 2.5 5 ഇഞ്ച് പ്ലസ് സീം അലവൻസ് ഞാനൊരു 1/2 ഇഞ്ച് കൂടി വിട്ടിട്ട് ഞാൻ 5.5 ഇഞ്ചിൽ 2 പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ല വശത്തോട് നല്ല വശം വെച്ചിട്ട് ആദ്യം ഒന്ന് ആ ഒരു സെൻറ്റർ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ തിരിച്ച് മറിച്ചെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈയുടെ ഒരു ലെങ്ത്ത് കാണണത് നിങ്ങൾ കട്ട് ചെയ്ത് വെച്ചാണ് ക്യാൻവാസ് എത്ര ഇഞ്ചിലാണ് നിങ്ങൾ നെക്കിറക്കം വെച്ചാണത് അതുമായിട്ട് നിങ്ങൾ ലെങ്ത്ത് ആദ്യമേ തന്നെ മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എടുത്ത് വെക്കണം. അപ്പോൾ ആ ഷോൾഡറിൻ്റെ ഭാഗം എത്ര ഇഞ്ച് ലെങ്ത്ത് ആണോ വരുന്നത്, നമ്മൾ ഷേപ്പാണല്ലോ കൊടുക്കുന്നത്, ഒരു ഷേപ്പാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ ആ ഷോൾഡറിൻ്റെ പോർഷനിൽ എത്രയാണോ വരുന്നത് അത് കണ്ടുവയ്ക്കുക. അതിനുശേഷം നമ്മളുടെ നെക്കിൻ്റെ ഒരു വൈഡും കൂടി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 2 ഇഞ്ചാണെങ്കിൽ 2 ഇഞ്ച് നമ്മൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ താഴ്ത്തോട്ട് വരത്തക്ക രീതിയിൽ നമ്മളുടെ ആ ഒരു വള്ളി താഴ്ത്തോട്ട് വരത്തക്ക രീതിയിൽ 2 സൈഡിലും ജോയിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷമാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാണ് ക്യാൻവാസ് നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്യണത്. അപ്പോൾ ക്യാൻവാസിൻ്റെ ആ ഒരു നാ പോർഷൻ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. ശേഷം അതിൻ്റെ അടിഭാഗം ഇതുപോലെ ഈ ക്യാൻവാസോട് കൂടിയിട്ട് അറ്റാച്ച് ചെയ്യുക. നമ്മൾ സാധാരണ നെക്ക് ചെയ്യണ പോലെ തന്നെയാണ്. ഇതൊരു ചെറിയൊരു മാറ്റം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ആണല്ലോ വരുന്നത്, അതിൻ്റെ ഒരു ചെറിയ മാറ്റം മാത്രമേ ഉള്ളൂ കേട്ടോ.
മെയിൻ പീസിൻ്റെ സെൻറ്ററോട് സെൻറ്റർ വെച്ചിട്ട് വേണം നമ്മൾ ക്യാൻവാസ് ഇതും അറ്റാച്ച് ചെയ്യാൻ. അപ്പോൾ സെൻറ്റർ കൃത്യത്തിൽ തന്നെ വെച്ചിട്ട് രണ്ട് സൈഡിലോട്ടുള്ള ബാലൻസ് പോർഷൻ വേണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ. സെൻറ്റർ മാറിപ്പോരുത്, അപ്പോൾ ഷേപ്പിൽ വ്യത്യാസം ഉണ്ടാവും. ശേഷം നമ്മൾ ഇത് തിരിച്ച് മറിച്ചെടുത്താൽ നമ്മളുടെ ആ ഒരു വള്ളി അറ്റാച്ച് ചെയ്തതിന് ആ ജോയിനിങ് കാണാതെ തന്നെ, ഒരു ടോപ്പ് സ്റ്റിച്ച് ഇല്ലാതെ പോലും നമ്മൾ കൃത്യത്തിൽ തന്നെ നമുക്ക് ഈ വള്ളി നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാൻ പറ്റും. ബാക്കിലും ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളുടെ നെക്ക് വൈഡ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഇഞ്ചാണെങ്കിൽ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഈ വള്ളി താഴത്തോട്ട് വരത്തക്ക രീതിയിൽ ആദ്യമേ തന്നെ അറ്റാച്ച് ചെയ്യുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ബാക്കിൽ സ്ട്രെയിറ്റ് ആണ് നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്തത്, അത് സ്ട്രെയിറ്റിൽ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കാം. ബാക്കിൽ സിബ് വരുന്നതുകൊണ്ട് തന്നെ സൈഡ് നമ്മൾ 2 ഭാഗവും ജോയിൻ ചെയ്യണം. സൈഡ് ജോയിനിങ് അല്ല വരുന്നത്, ബാക്ക് ജോയിനിങ് ആണ് കേട്ടോ നമുക്ക് വരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ബാക്കിൽ നമ്മുടെ സിബ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് 2 സൈഡും നമ്മൾ ആദ്യമേ തന്നെ ജോയിൻ ചെയ്ത് വെച്ചാണത്. ശേഷം നമ്മുടെ അംബ്രല്ലയുടെ കട്ട് ചെയ്ത് വെച്ചതിൻ്റെ അടിയിലൊരു ജോയിനിങ് വരുന്നത് ഞാൻ കട്ടിങ്ങിൻ്റെ ടൈമിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ ആ കട്ട് ചെയ്ത് എക്സ്ട്രാ ചെയ്ത് വെച്ചാണ് ആ 2 ജോയിനിങ് ഉണ്ടല്ലോ, ആ 2 ജോയിനിങ് 2 പീസ് ഇതുപോലെ നമ്മൾ സെൻറ്റർ നമ്മളൊന്ന് അറ്റാച്ച് ചെയ്യുക. ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചാണ് അംബ്രല്ലയുടെ ആ ജോയിനിങ് വരുന്ന പോർഷന്റെ സെന്റർ കണ്ടിട്ട് ഈ ജോയിൻ ചെയ്ത് വെച്ചാണ് ഭാഗം ആ ഒരു ചെറിയ പീസ് സെന്ററോട് സെന്റർ വെച്ച് കൃത്യത്തിൽ തന്നെ ലെങ്ത് നോക്കിയിട്ട് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അറ്റാച്ച് ചെയ്യുമ്പോൾ 2 ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. പക്ഷെ ഞാൻ കൂടുതലും കണ്ടിട്ടുണ്ട് നോർമലി നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ജോയിൻ ചെയ്യുന്നതിൻ്റെ മുകളിൽ കൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുന്നത്. അപ്പം ഞാൻ ടോപ്പ് സ്റ്റിച്ച് ഒന്നും കൊടുക്കാറില്ല, ജസ്റ്റ് നല്ല രീതിയിൽ ഒന്ന് ആ ഒരു ജോയിൻ ചെയ്യുന്ന ഭാഗം ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാറുള്ളൂ. അപ്പോൾ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുന്നത് നിങ്ങളുടെ ഓപ്ഷനിലാണ്, ഇല്ലെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ നമ്മൾ ആ 2 പീസ് വെച്ചിട്ട് ജോയിൻ ചെയ്തിട്ട് ആ ഒരു എക്സ്ട്രാ പീസും ഇതുപോലെ തന്നെ സെൻറ്റർ കണ്ട് ജോയിൻ ചെയ്യുക. ശേഷം നിങ്ങൾ ഈ ഒരു അംബ്രല്ല കട്ട് ചെയ്ത് വെച്ചതിൻ്റെ ഒരു സൈഡ് കട്ട് ചെയ്തെടുക്കുക. കാരണം സിബ് വെക്കാൻ നമ്മൾ ഒരു കട്ടിങ് കൊടുക്കണമല്ലോ, കാരണം ഇത് ഫുൾ സർക്കിളായിട്ടാണ് വന്നത്, ഫുൾ സർക്കിൾ ഷേപ്പാണ്, ഒരു കട്ടിങ്ങും വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു എക്സ്ട്രാ ജോയിനിങ് വന്നേണത് ഏത് സൈഡിലോട്ട് വരണമെന്ന് തീരുമാനിച്ചിട്ട് വേണം നമ്മളത് കട്ട് ചെയ്യാൻ. അത് ഒന്ന് നിങ്ങൾ കൃത്യത്തിൽ തന്നെ നോക്കണം. കാരണം നമ്മൾ നോക്കാതെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ജോയിനിങ് ചിലപ്പോൾ സെൻറ്ററിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സൈഡിലോട്ട് വരുന്ന രീതിയിൽ നമുക്ക് ഈ 2 ജോയിനിങ്ങും 2 സൈഡിലോട്ട് വരുന്ന രീതിയിൽ അത് വെച്ച് നോക്കിയിട്ട് അതൊന്ന് കട്ട് ചെയ്യാം. ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അംബ്രല്ലയുടെ വേസ്റ്റിൻ്റെ ഭാഗത്ത് കാണി കൂട്ടിയിട്ടിട്ട്, അതായത് സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു ലെങ്ത്ത് കൂട്ടിയിട്ടിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് ഒന്ന് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒരു നൂല് വലിച്ചിട്ട് നമ്മൾ അതിനെ ഈക്വലി വരുന്ന രീതിയിൽ, ഫ്രിൽസ് വരുന്ന രീതിയിൽ നമ്മൾ വലിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. അല്ലാതെ നമ്മൾ കൈകൊണ്ട് ഇട്ട് കൊടുക്കുന്ന ഫ്രിൽസ് അല്ല ഞാൻ ഇട്ടേണത്, അല്ലെങ്കിൽ കൈകൊണ്ട് പ്ലീറ്റ് ചെറിയ ചെറിയ പ്ലീറ്റ് ഇട്ട് കൊടുക്കും, അങ്ങനെയും അല്ല ചെയ്തേണത്. ഇത് ഏതുപോലെ ചെയ്താലും ഇതിൻ്റെ ലുക്ക് വ്യത്യാസമാണ്. അപ്പം ഞാനിത് നൂല് വലിച്ചിട്ടുള്ള ചെറിയ ചെറിയ ഫ്രിൽസാണ് വന്നേണത്. അപ്പോൾ നൂല് വലിച്ചിട്ട് തന്നെ ഇങ്ങനത്തെ മോഡലിൽ നമ്മൾ ചെയ്യാം. ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ ആ യോക്കിൻ്റെ വേസ്റ്റ് പോർഷനായിട്ട് നമ്മളൊന്ന് വെച്ച് നോക്കാം, ആ ഫ്രിൽസ് ഇട്ടണതിൻ്റെ ആ ഒരു ലെങ്ത്ത് കറക്റ്റ് ആണോ എന്ന്. എന്നിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഫ്രിൽസ് ആ ഒരു വേസ്റ്റിൻ്റെ റൗണ്ട് വരത്തക്ക രീതിയിൽ തന്നെ കൃത്യത്തിൽ ഫ്രിൽസ് നമ്മളൊന്ന് അറേഞ്ച് ചെയ്തെടുക്കാം. ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ നമ്മുടെ ലൈനിങ്ങോടൊപ്പം നമ്മൾ ഈ മെയിൻ മെറ്റീരിയൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അത് ഫ്രിൽസ് കയറി പിടിക്കാതെ കൃത്യത്തിൽ തന്നെ അങ്ങോട്ട്, കാരണം നൂല് വലിച്ച് ചെയ്യണ ഒരു ഫ്രിൽസാണ്. അപ്പോൾ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനുള്ളൊരു ചാൻസ് ഉണ്ട്. അത് കൃത്യത്തിൽ വെച്ച് തന്നെ ലൈനിങ്ങോട് കൂടിയിട്ട് അറ്റാച്ച് ചെയ്തെടുക്കുക. ഈ അംബ്രല്ലയുടെ പീസ് നമ്മൾ യോക്കിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം നമ്മൾ യോക്ക് കവർ ചെയ്തിട്ടാണ് അടിക്കണത്. അപ്പോൾ അടിയിൽ ആ ഫ്രിൽസ് കയറി പിടിക്കാതെ കൃത്യത്തിൽ തന്നെ വരാനുള്ള ഒരു ഇത് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യണേക്കാളും മുമ്പ് കൈകൊണ്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ ഈ യോക്ക് ഈ മെയിൻ പീസായിട്ട് നമ്മൾ ജോയിൻ ചെയ്തെടുക്കാൻ. നമ്മൾ കൺസീൽഡ് സിബാണ് നമ്മുടെ എല്ലാ ഡ്രസ്സിലും നമ്മൾ വെക്കാറ്, നോർമൽ സിബ് അല്ല. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഈ കൺസീൽഡ് സിബ് അറ്റാച്ച് ചെയ്യണത് എങ്ങനെയാണെന്ന് മുമ്പത്തെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കൂടാതെ ഞാൻ യൂസ് ചെയ്യണത് സിംഗിൾ മെഷീനാണ്. സിംഗിൾ മെഷീനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്ന 1 സൈഡ് ഫൂട്ട് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് നിങ്ങൾ ഈ ഒരു ടൈലറിംഗ് ഷോപ്പിൻ്റെ മെറ്റീരിയൽസ് കിട്ടണ ഷോപ്പിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റൈറ്റും ലെഫ്റ്റും സെപ്പറേറ്റ് ആയിട്ട് കിട്ടും, റൈറ്റും ലെഫ്റ്റും കൂടിയിട്ടുള്ള 1 സൈഡ് ഫൂട്ടും കിട്ടും കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ജോയിൻ ചെയ്യാൻ, സിംഗിൾ മെഷീനാണ്, ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരിക്കേണ്ട.
അപ്പോൾ സിബ് അറ്റാച്ച് ചെയ്തതിന് ശേഷം 2 പീസും നമ്മൾ ഒരുമിച്ച് കൂട്ടിയടിച്ചിട്ട് അടിഭാഗം മടക്കിയടിക്കുകയാണ് ചെയ്യണത്. അമ്പർല മടക്കിയടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായി ഫോൾഡ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ചെറിയൊരു ഫോൾഡിങ് കൊടുത്ത് ആദ്യം ഫുള്ള് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം അതിൻ്റെ എക്സ്ട്രാ നിൽക്കുന്ന സീം അലവൻസ് എല്ലാം കട്ട് ചെയ്തിട്ട് നമ്മളൊന്നും കൂടി മടക്കിയടിക്കാം. അപ്പോൾ ഞാനിതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്, അമ്പർലയുടെ അടിഭാഗം കൃത്യമായിട്ട് പെർഫെക്ഷനിൽ അടിക്കണത്. അപ്പോൾ അതൊന്ന് നിങ്ങൾ ഒരു ഷോർട്ട് വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലും നമുക്ക് കൃത്യത്തിൽ തന്നെ കാണാം. ശേഷം ഞാൻ അടിഭാഗം ഒരു 1/2 ഇഞ്ച് വിട്ടിട്ടാണ് നമ്മൾ ലേസ് അറ്റാച്ച് ചെയ്തെടുത്തേണത്. ആദ്യം തന്നെ ലേസിന്റെ അടിഭാഗം നമ്മൾ ഇതുപോലെ അറ്റാച്ച് ചെയ്തിട്ട് മുകളിലും ഇതുപോലെ തന്നെ നമ്മളൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തേണത്. അതിനുശേഷം ഞാൻ ഈ യോക്കിൻ്റെ പോർഷനിലും ഈ ഒരു ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. സിബ് വെക്കണേക്കാളും മുമ്പ് ലേസ് വെക്കണതാണ് ബെറ്റർ. ഞാനത് വിട്ടു പോയതുകൊണ്ടാണ് ഞാനിപ്പോൾ ചെയ്യണത്. അപ്പോൾ സിബ് വെക്കണേക്കാളും മുമ്പ് നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ആ ഫ്രിൽസുമൊന്നും കയറി പിടിക്കില്ല. അപ്പോൾ ഇത് രണ്ടാമത് നിങ്ങൾ ഇത് സിബ് വെച്ചതിന് ശേഷമാണെങ്കിൽ ആ ഫ്രിൽസിൻ്റെ ഭാഗം വരുമ്പോൾ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഫ്രിൽസിനൊന്നും കയറി പിടിക്കാതെ ടോപ്പിലും അടിയിലും മുകളിലും നമ്മൾ ഈ ഒരു ലേസ് വെച്ച് കൊടുക്കുക. കൃത്യത്തിൽ തന്നെ വെച്ചിട്ട് വേണം നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കേട്ടോ. ശേഷം ഞാൻ ആ സ്റ്റിച്ച് ചെയ്ത് വെച്ചാണ് ആ വള്ളിയിൽ ഞാനൊരു 2 ബോ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 10 ഇഞ്ച് നീളത്തിലും 7 ഇഞ്ച് വിട്ടിലും ഞാനൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ ഒരു സെൻറ്ററിൽ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം ആ സ്റ്റിച്ച് ചെയ്ത പോർഷൻ സെൻറ്ററിലോട്ട് വരത്തക്ക രീതിയിൽ നമ്മൾ ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ വെച്ചിട്ട് വേണം സൈഡ് പോർഷൻ നമ്മൾ ജോയിൻ ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മളുടെ ഈ ബോയുടെ ആ ഒരു ജോയിനിങ്ങോ അല്ലെങ്കിൽ ടോപ്പ് സ്റ്റിച്ച് വരാതെയോ ബോ കൃത്യത്തിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യണ ഒരു മെത്തേഡാണ് കേട്ടോ പറയുന്നത്. അതിന് ശേഷം നമ്മൾ 2 സൈഡും അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ സെൻറ്ററിൽ വിട്ടേണ ഈ ഒരു ഗ്യാപ്പിൽ നമ്മൾ ഈ ഒരു ബോ നമ്മൾ തിരിച്ച് മറിച്ചെടുക്കുകയാണ് ചെയ്യണത്. ഇത് ബോ നമ്മൾ അയൺ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ, കാരണം ഈ ഒരു മെറ്റീരിയൽ അയൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് പതിഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പം അയൺ ചെയ്യാതെ നമ്മൾ ഈ സെൻറ്ററിൽ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് തുന്നി കൊടുക്കുക. അതിനുശേഷം ഞാൻ ബാലൻസ് ഉള്ള ഈ ഒരു ലേസിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ ഈ ബോയുടെ സെൻറ്ററിൽ കൊടുത്തിട്ട് ഷോൾഡറിൽ ഇതുപോലെ തുന്നി കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ബോ ആദ്യമേ തന്നെ തുന്നി സെൻറ്ററിൽ തുന്നിയിട്ട് ആക്കണം. അതിനുശേഷമാണ് നമ്മൾ ഈ ഒരു ലേസ് വെച്ച് കൊടുക്കണത് കേട്ടോ. ഞാൻ ജസ്റ്റ് വീഡിയോയിൽ കുറച്ച് ഭാഗ്യമേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ കൃത്യത്തിൽ തന്നെ ബോ നമ്മൾ തുന്നി കൊടുത്തു കഴിഞ്ഞാൽ ഫൈനൽ ലുക്ക് വരുന്നത് ഇതാണ്. നല്ല ക്യൂട്ടായിട്ട് നല്ല ഫ്ലെയറോട് കൂടിയിട്ടുള്ള ഒരു അംബർല ഫ്രോക്കാണ്. കുഞ്ഞ് ഫ്രിൽസ് ഇട്ട് ഈ ഒരു ഷോൾഡറിൽ ബോയൊക്കെ വെച്ചിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്തു നോക്കാം. ഓണത്തിനൊക്കെ വെറൈറ്റി ആയിട്ട് നമുക്കൊരു എന്നാൽ ഒരു ക്യൂട്ട് ലുക്കിൽ സിമ്പിൾ ലുക്കിൽ ചെയ്യാൻ പറ്റാവുന്ന ഒരു ഫ്രോക്കാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്